സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുസാറ്റിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഐ തിങ്ക് 2 hours ബിഫോർ ആണ് വന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ്. ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാം കുറെ പേര് വെയിറ്റിംഗ് ആണെന്നറിയാം. ലൈക്ക് ഞാൻ എന്തായാലും അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോ നമ്മൾ അഡ്മിറ്റ് കാർഡും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെയാണ് ഞാൻ ഇന്നിപ്പോ ഷെയർ ചെയ്യുന്നത്. സോ അത് നോക്കുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കോളേജ് ദോസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ബോട്ട് ഉണ്ട്. അതിൽ ആക്ച്വലി നമ്മൾ എന്ത് ടൈപ്പ് ഒരു ആൻസർ കീ, ഇപ്പം കഴിഞ്ഞ എക്സാംസിന്റെ ആൻസർ കീ ചോദിക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ കീ അല്ലെങ്കിൽ ക്വസ്റ്റ്യനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനും നമുക്ക് കിട്ടും. സോ മാക്സിമം നിങ്ങളിത് യൂസ് ചെയ്യണം. കാരണം എല്ലാ ആൻസേഴ്സും എല്ലാം കിട്ടും. ഇപ്പൊ 25th ഏപ്രിലിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതും ചെക്ക് ഔട്ട് ചെയ്ത് നിങ്ങളുടെ മാർക്സ് അനലൈസ് ചെയ്യാം. പിന്നെ കീമിന്റെ മാർക്ക്, വിയസ് റാങ്ക്, പിന്നെ കീമിന്റെ എല്ലാ റിസോഴ്സസും സിലബസ് ഉൾപ്പെടെ കീമിന്റെ കുറെ റിസോഴ്സസും അല്ലെങ്കിൽ എക്സാം പാറ്റേൺ അതൊക്കെ നമുക്ക് ഈ കോളേജ് ദോസ്റ്റിലൂടെ കിട്ടും. സോ നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അപ്പൊ അഡ്മിറ്റ് കാർഡ് വന്നു, വേഗമാണ് വന്നത്. സൈറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ആവുന്നുണ്ട്. കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് ആക്ച്വലി ഞാൻ എന്റെ അനിയത്തിയുടെ എപ്പോഴും ലോഗിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ചെയ്തു. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ വേഗം ചെയ്തപ്പോൾ എനിക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയത്. രണ്ടാമത്തെ തവണ ട്രൈ ചെയ്തപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് കിട്ടിയത്. യെസ്, അതായത് സാധാരണ പോലെ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനും പിന്നെ പാസ്വേഡും നിങ്ങൾ മീൻസ് അത് ഓർത്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ മെയിൽ നോക്കിയാൽ മതി. അവർ പാസ്വേഡും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പൊ ക്രെഡൻഷ്യൽസ് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പൊ നമ്മളൊരു പേജിലോട്ട് വരും. ആ പേജിൽ നിങ്ങളുടെ കുറെ ഡീറ്റെയിൽസ് കാണും, നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ്. പിന്നെ അങ്ങനെ നമുക്ക് സൈഡിൽ അഡ്മിറ്റ് കാർഡും മോക്ക് ടെസ്റ്റും ഉണ്ട്. അതിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ആക്ച്വലി അതും ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് കയറിയാൽ കുറെ ഇവരുടെ സൈറ്റിൽ നിന്ന് അതിനുള്ള കുറെ മോക്ക് ടെസ്റ്റ് കാണും. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും മോക്ക് ടെസ്റ്റിന് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതിന്റെ സോഴ്സസ് തപ്പിയെടുത്ത് അയക്കാം. പിന്നെ അഡ്മിറ്റ് കാർഡിനെ പറ്റി പറയുവാണെങ്കിൽ അതിൽ രജിസ്ട്രേഷൻ നമ്പർ, നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് അതൊക്കെ തന്നെ ഉള്ളൂ. ഐ തിങ്ക് എല്ലാവർക്കും അവരവരുടെ സിറ്റിയിൽ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ എന്റെ സിസ്റ്ററിന് മംഗളം കോളേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവരുടെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 90 minutes പ്രയർ വരണം എന്നാണ്. അതായത് എക്സാം തുടങ്ങുന്നതിന് 90 minutes മുന്നേ വരണം എന്നാണ് അവർ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, പിന്നെ പാൻ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് എന്ത് വേണമെങ്കിലും, ഇപ്പൊ ആധാർ കാർഡ് ആയിക്കോട്ടെ പാൻ കാർഡ് ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. 3 marks ആണ് റൈറ്റ് ആൻസറിന്, 1 മാർക്ക് റോങ് ആൻസറിന് വേണ്ടി ഡിഡക്ട് ചെയ്യും. പിന്നെ കളത്തിലൊന്നും കാണിക്കരുത്, അഡ്മിറ്റ് കാർഡ് വേണം. അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ കുസാറ്റ് എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ കുസാറ്റ് അറിയാലോ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കുസാറ്റ്. ഒരു നല്ല അടിപൊളി കോളേജ് കേട്ടോ. ഒരു യൂണിവേഴ്സിറ്റി ആണത്. അതിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ അത്യാവശ്യം നല്ല ഒരു കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അവരുടെ അലുമിനീസിനൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. അതായത് ആ കോളേജ് പഠിച്ച് പാസ്സായി പല പല ജോലിയും നല്ല നല്ല നിലയിലെത്തി കുറച്ച് പേരെ അറിയാം. അവരൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ ആ ഒരു നോളേജ് ഗെയിനിങ് ഈ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് നല്ല രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം ഇത് ക്രാക്ക് ചെയ്യുവാണെങ്കിൽ ഐ പ്രിഫർ നല്ലതാന്നേ പറയത്തുള്ളൂ. കാരണം പ്ലേസ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഇത് എഞ്ചിനീയറിംഗിന്റെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസ്, ലോ, അതായത് മെഡിക്കൽ സയൻസ് അതിനൊക്കെ വേണ്ടി നടത്തുന്നതാണ്. നമ്മളിപ്പം എഞ്ചിനീയറിംഗും MCA ഇന്റഗ്രേറ്റഡ് MCA അവിടെ പഠിക്കുന്നത് നല്ലത് കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് നല്ല ഒപ്പീനിയൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ആ ഒരു എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MCA കുസാറ്റ് ഇസ് വെരി ഗുഡ്. ആക്ച്വലി നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. പഠിച്ചിറങ്ങിയ പിള്ളേരെ എനിക്ക് അറിയാം പേഴ്സണലി. സോ യെസ്, അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എക്സാമിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. 3 hours ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സും ഇതിന് 3+3 മാർക്സും -1 മാർക്ക് ആയിരിക്കും നെഗറ്റീവ് മാർക്കിനുള്ളത്. യെസ്, അപ്പൊ അത്രയൊക്കെ ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. May 10, 11, 12 ആ ഒരു ഡേറ്റ്സിനാണ് എക്സാം നടക്കുന്നതെന്നാണ് എനിക്കൊരു വിശദാംശം കിട്ടിയിരിക്കുന്നത്. എന്റെ സിസ്റ്ററിന് May 12 അപ്പൊ പലർക്കും പല പല ഡേറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് വേണ്ടി. എനിവേസ് ഞാൻ ഇനിയും കുസാറ്റിന്റെ സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ടാൽ മതി. സോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയാലോ, കുറെ കാര്യങ്ങൾ ജോലിയുണ്ട്, എല്ലാം കൊണ്ട് എനിക്ക് സമയം കിട്ടണമെന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കമന്റ്സും എല്ലാ കാര്യങ്ങളും റിപ്ലൈ തരുന്നതായിരിക്കും. സിൻസ് കുസാറ്റ് എക്സാം ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുക. കീമിന് പഠിച്ച പോലെ അല്ല കുസാറ്റിന് പഠിക്കണം, കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പം ശരി, ബൈ ബൈ.